ഹായ് ഓൾ, എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. മലയാളികൾ അധികം കഴിച്ചിട്ടില്ലാത്ത ഒരു മധുര പലഹാരമാണിത്. ഇതിൻ്റെ പുറം ഭാഗം നല്ല മുരുമുരാന്ന് ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ളിൽ നല്ല മധുരത്തോടു കൂടിയ ഫില്ലിങ്ങോട് കൂടിയതുമാണ്. തമിഴ്നാട്, ആന്ധ്ര, കർണാടകയിലൊക്കെ ഇത് എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പലഹാരമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നതെങ്കിലും ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് ഉണ്ടാക്കാനായി ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. മൈദയിൽ ഉണ്ടാക്കുന്നതാണ് ഇത് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചെറുതായൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ പഞ്ചസാരയും നെയ്യും ചേർത്തിട്ട് നല്ല പോലെ ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ആ പുറത്തെ ലെയർ നല്ല ക്രിസ്പി ആയിട്ടും മുരുമുരാന്നും കിട്ടുന്നത്. ഇതുപോലെ നല്ല പോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഇതുപോലൊന്ന് ആകുന്ന പാകത്തിന് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. ഒത്തിരി മയത്തിലങ്ങ് ഇടിച്ചു കുഴച്ചെടുക്കണം എന്നില്ല, എന്നാൽ ഒരു ചെറിയ മയത്തിലും കുഴച്ചെടുക്കണം. ആ ഒരു പരുവത്തിൽ നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദയും ആ ഒരു 2 ടേബിൾ സ്പൂൺ റവയ്ക്കും കൂടി വേണ്ടി വന്നത് ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം മാത്രമാണ്. അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അളവ് അധികം കൂടിപ്പോകരുത്. ഇപ്പം ഞാൻ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി സോഫ്റ്റും ആയിട്ടില്ല, ഒത്തിരി ഹാർഡും അല്ല. ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് ഒന്നൊരു 10 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്തേക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 കപ്പ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇത് റോസ്റ്റ് ചെയ്യാതെയും ഉണ്ടാക്കാവുന്നതാണ്, പക്ഷേ റോസ്റ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അതേ പാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് ഒരു 5-6 കാഷ്നട്ട് ചെറുതായൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ രണ്ടും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ ഇപ്പോൾ ചേർത്തിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ബാക്കി 1/2 കപ്പ് കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദമാവിലോട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി തേങ്ങ നമുക്ക് നല്ല പോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല പോലെ തേങ്ങയിലെ വെള്ളം വലിഞ്ഞ് അതിൻ്റെ കളറൊന്ന് മാറി വരുന്നിടം വരെ ഇതുപോലെ റോസ്റ്റാക്കി എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിത് ദീർഘകാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് വളരെയധികം ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതുപോലെ കളറെല്ലാം ഒന്ന് ചെറുതായിട്ട് ചേഞ്ചായി നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആവശ്യത്തിനുള്ളൊരു മധുരമാണ്. ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച പൊട്ടുകടല മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഏലക്കയുടെ കുരു കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി ഫൈൻ പൗഡർ ആവണമെന്നൊന്നുമില്ല, ചെറിയൊരു തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ആ പാനിൻ്റെ ചൂടും തേങ്ങയുടെ ചൂടും കൊണ്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. ഒത്തിരി ചൂടായാൽ പഞ്ചസാര മെൽറ്റായി കുഴഞ്ഞു പോകും. അതുകൊണ്ട് ആ പാനിൻ്റെയും തേങ്ങയുടെയൊക്കെ ചൂടുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് മധുരം പാകമാണോ എന്ന് നോക്കണം. കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്തെടുക്കാം. ഫില്ലിങ് റെഡി ആയതിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ചെറിയ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതാക്കാം. ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കി ബോൾസാക്കി എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഏകദേശം 25ഓളം ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാം റെഡിയാക്കി എടുത്തിരിക്കുന്നത്.
ഇനി അത് അടച്ചു മാറ്റി വെക്കാം. ബോൾസ് ഒന്നും ഡ്രൈ ആയി പോകരുത്. നമ്മൾ ബോൾസ് ഉരുട്ടിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഫില്ലിങ്ങും ഇതാ ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മുടെ ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ഓരോരോ ബോൾസായിട്ട് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി അങ്ങ് വലുതാക്കണ്ട, എന്നാൽ തീരെ ചെറുതുമല്ലാത്തൊരു പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വലുപ്പം വേണോ ആ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇത് പരത്തിയെടുക്കാവുന്നതാണ്. ഞാൻ ദാ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തീരെ തിന്നായിട്ടും പോകരുത്, എന്നാൽ ഒത്തിരി കട്ടിയായിട്ടും പോകരുത്, എന്നാലാണ് നമുക്ക് നല്ലപോലെ പൊള്ളച്ച് കിട്ടത്തുള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മൈദയുടെ ആ മിക്സ് ഇതുപോലെ അതിൻ്റെ സൈഡിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. മൈദയുടെ മിക്സ് തന്നെ വേണമെന്നില്ല, വെറുതെ വെള്ളം ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുത്താലും മതിയാകും. പക്ഷേ മൈദയുടെ മിക്സ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ തൊട്ട് കൊടുത്താൽ ഒട്ടും പൊട്ടിപ്പോകാതെ നമുക്ക് നല്ല പോലെ സീലാക്കി എടുക്കാൻ പറ്റും. നല്ലപോലെ ഒന്ന് സീലാക്കിയതിന് ശേഷം ഒരു ചെറിയ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോർക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ലപോലെ സീലായി കിട്ടുകയും ചെയ്യും, ഒരു നല്ല ചെറിയ ഡിസൈനും ആവുകയും ചെയ്യും. ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കിൻ്റെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഇതുപോലെ എല്ലാം കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പകുതിയോളം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പകുതി ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനായിട്ട് അതുപോലെ തന്നെ ഓരോ ബോൾസും നമുക്ക് ഉരുട്ടി പരത്തിയെടുക്കാം. നിങ്ങൾക്കിതെല്ലാം റൗണ്ട് ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു അടപ്പോ കട്ടറോ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ബാക്കി വരുന്ന മാവ് ഒന്നോടെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് മടക്കിയെടുക്കുന്നത്. സൈഡിലെല്ലാം മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിന് പകരം വെള്ളം തേച്ച് കൊടുത്താലും മതി. മൈദ മിക്സ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ധൈര്യമായിട്ടിരിക്കാം, അത് ഇട്ട് പോരത്തില്ല എന്നുള്ള ഉറപ്പിൽ. ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നല്ല പോലെ പ്രസ് ചെയ്ത് ഒന്ന് സീൽ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്ന നമ്മൾ പൂവടയ്ക്കൊക്കെ മടക്കിയെടുക്കുന്നത് പോലെ ഇതിൻ്റെ സൈഡൊന്ന് മടക്കിയെടുക്കാം. നിങ്ങൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ബാക്കി സ്പേസ്. ഇപ്പം ഞാൻ എന്താ മടക്കിയെടുക്കാൻ നോക്കിയപ്പോൾ പൂവടയ്ക്ക് മടക്കുന്ന പോലെ കിട്ടുന്നില്ല, അതിന് സ്പേസ് കുറവാണ്. ഒത്തിരി വലിച്ചു നീട്ടി നമ്മളത് മടക്കിയെടുത്താൽ നല്ലപോലെ ഫില്ലിങ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വെറുതെ ഒന്ന് ചുരുട്ടി എടുക്കുന്നതേ ഉള്ളൂ. പൂവടയുടെ പോലെയുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് ആ ഒരു കുറച്ച് ഗ്യാപ്പ് എടുത്ത് ഇതുപോലെ പൂവട പോലെ ഒന്ന് മടക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ചുരുട്ടിയാണ് മുഴുവനും എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അച്ച് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ എടുക്കുന്ന ആ അച്ചിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പം പകുതി എണ്ണം ഇതുപോലെ ചുരുട്ടിയാണ് എടുത്തിരിക്കുന്നത്. ബാക്കി പകുതി നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും അച്ചു വെച്ചിട്ടോ ഇതുപോലെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ല പോലെ ചൂടാക്കിയെടുക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യമായതുകൊണ്ട് 2 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ 2 മിനിറ്റ് കഴിയുമ്പോൾ തനിയെ അത് തിരിഞ്ഞ് പൊങ്ങി വരുന്നതാണ്. ഇനി അങ്ങനെ വരാത്തതുണ്ടെങ്കിൽ തവി വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നല്ല പോലെ ഒന്ന് പൊള്ളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുഴയ്ക്കുന്ന മാവ് നല്ല സോഫ്റ്റായി പോകുമ്പോഴാണ് ഇതുപോലെ വലുതായിട്ട് പൊള്ളച്ച് വരുന്നത്. ഈ സ്നാക്കിന് ചെറിയ ഡോട്ട് പോലെ പൊള്ളച്ച് വരുന്നതാണ് നല്ലത്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇപ്പം ഞാനത് 2 സൈഡ് നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ബാച്ച് ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും അത് തനിയെ തിരിഞ്ഞു വരും. ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ദീർഘകാലം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. ആ തേങ്ങയൊക്കെ നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ ഇത് കുറേ കാലം നമുക്ക് കേടുകൂടാതെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വെളിയിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. തീരെ ചെറുതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഒരു അച്ചുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതും ഞാൻ 2 സൈഡും ഗോൾഡൻ കളറായി കഴിഞ്ഞപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. എണ്ണ ഒട്ടും കുടിക്കില്ലാത്തൊരു പലഹാരമാണ് കേട്ടോ ഇത്. നമ്മൾ ചുരുട്ടിയെടുത്ത് കുറച്ച് ചെറുതും ഫോർക്ക് വെച്ച് ഡിസൈൻ ചെയ്ത് കുറച്ച് വലുതുമായിട്ടാണ് കിട്ടുക. ഫോർക്കിൻ്റെ ഡിസൈൻ ഒന്നും കാണാനില്ല. രണ്ടിനും ടേസ്റ്റ് ഒരുപോലെ തന്നെയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പലഹാരമാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള ഫില്ലിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക്